ഈ ഒരു വണ്ടിയിലാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് ഹൈറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് നമ്മളെ ഹൈറ്റ് കയറ്റുന്ന സ്റ്റോപ്പറാണ് കേട്ടോ. ഈ സ്റ്റോപ്പറാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു BS6 മോഡൽ സ്പ്ലെൻഡർ വണ്ടിയുടെ സ്റ്റമ്പ് ഹൈറ്റ് കയറ്റുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മളിതിൽ ഹൈറ്റ് കയറ്റാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റമ്പിൻ്റെ അവിടെ നിന്നാണ് പൊക്കം കൂട്ടണം കേട്ടോ, ഹൈറ്റ് കയറ്റണത്. ഇങ്ങനെ ഹൈറ്റ് കയറ്റുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഫോർക്ക് അസംബ്ലിയോട് കൂടി നമ്മൾ ഊരി എടുക്കുകയാണ് ചെയ്യണം. രണ്ട് പൈപ്പും അഴിച്ചെടുക്കുകയാണ് ചെയ്യണത്. അഴിച്ചെടുത്തിട്ട് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വീല് കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കണം. അപ്പോൾ വീല് നമുക്കൊന്ന് ഊരിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പർ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സ്റ്റോപ്പർ കയറ്റുമ്പോൾ നമുക്ക് ഹൈറ്റ് വരുന്ന ഇതാണ് നമ്മളെ സ്റ്റോപ്പർ. ഈ സ്റ്റോപ്പറാണ് നമ്മൾ പുറമേ നിന്ന് കയറ്റുന്നതാണ്. പിന്നെ നമുക്കല്ലാതെ തന്നെ പൈപ്പ് അഴിച്ചിട്ട് അതിനുള്ളിൽ കൂടി നമുക്ക് സ്റ്റമ്പ് ഹൈറ്റ് കയറ്റാൻ പറ്റും. നമ്മൾ ചെയ്യണത് ഈ ഒരു റെഡിമെയ്ഡ് സാധനമാണത്. ഇത് നമ്മൾ മേടിച്ച് ഡയറക്റ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം ഫോർക്ക് ഫുള്ളായിട്ട് തന്നെ ഫോർക്ക് അസംബ്ലി നമുക്ക് അഴിച്ചെടുക്കണം. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ടയർ കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ടയർ അഴിക്കുന്ന കാര്യങ്ങൾ വീഡിയോയിൽ എടുക്കാത്തതാണ്. കാര്യം എല്ലാവർക്കും അറിയാം ടയർ എങ്ങനെ അഴിക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ടയർ ഫുൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ട് നമുക്ക് പൈപ്പിൻ്റെ ഈ സൈഡിൽ 2 ബോൾട്ട് വരുന്നുണ്ട്. 12-13 സൈസിൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോൾട്ട് നമുക്കൊന്ന് ലൂസ് ചെയ്താലും മതി. ആ ലൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫോർക്ക് അസംബ്ലിയോട് കൂടി ഇപ്പോൾ ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളിപ്പോൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് ഊരി മാറ്റിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വരണമെന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റോപ്പറിൻ്റെ നെട്ട് അഴിച്ചെടുക്കണം. നമുക്ക് പൈപ്പിലൊരു നെട്ട് വരുന്നുണ്ട്. ആ പൈപ്പിന് നെട്ട് അഴിക്കണം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഇതാണ്. ഈ പൈപ്പിൻ്റെ മണ്ടൽ പറഞ്ഞ നെട്ട് വരുന്നുണ്ട്. ആ നെറ്റിന് നമ്മൾ 24 സ്പാനർ വെച്ചാണ് അഴിക്കുന്നത്. അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൈപ്പിന് മണ്ടയിൽ പറഞ്ഞാൽ നെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് സാധനം ഇത് നമ്മൾ മേടിച്ചാണ്, ഹൈറ്റ് കയറ്റണതാണ്. ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകണം. ഇത് ഫിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നുമില്ല, ഇതിലിങ്ങനെ ഡയറക്റ്റ് വയ്ക്കുക. അത് നമ്മൾ കറക്കി തിരികെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വലിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടേക്കണം. ആ ഒരു സൈഡിലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോപ്പറിൽ. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഇതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാണ് ഈ ഹോൾ ഇട്ടേക്കണം. അപ്പോൾ ഈ ഒരു ഹോളിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ചെയ്യണം. നല്ല ടൈറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഇഞ്ചാണ് നമുക്ക് പൊക്കം കൂടിക്കണം കേട്ടോ. അഡീഷണൽ വന്നേക്കണ ഹൈറ്റാണ് ആ ഒരു ലെവൽ. ഇത് നമുക്ക് നേരെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് അതുപോലെ നമ്മൾ അഴിച്ച പോലെ ഡയറക്റ്റ് സെറ്റ് ഇപ്പോൾ ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവം കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ കറക്റ്റ് നിൽക്കും. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ നോർമൽ സ്റ്റാൻഡ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.